വീക്കിലി റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സ്വവർഗ ബന്ധങ്ങളടക്കം പരാമർശമുള്ള പ്രത്യേക ബൈബിൾ ഭാഗങ്ങൾ പ്രസംഗിക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കാൻ ബില്ലിൽ നിർദ്ദേശം. കാനഡയിലെ ബൈബിൾ വിരുദ്ധ വിവാദ ബിൽ C9-നെതിരെ 9 പ്രവിശ്യകളിലും ശക്തമായ പ്രതിഷേധം. ബിൽ പിൻവലിക്കാതെ പിന്നോട്ടില്ലെന്ന് ക്യാമ്പയിൻ ലൈഫ് കൊളിഷൻ സംഘടന. ഡോക്ടർ ഏഴംകുളം സാംകുട്ടിക്ക് പ്രത്യാശയോടെ വിട. സംസ്കാരം മെയ് 16-ന് ഹൂസ്റ്റണിൽ. സംസ്ഥാനത്ത് നിർബന്ധിത മതപരിവർത്തനമില്ലെന്ന് തമിഴ്നാട് സർക്കാർ. സ്വന്തം വിശ്വാസം പ്രചരിപ്പിക്കാൻ പൗരന് അവകാശമുണ്ടെന്നും സർക്കാർ സുപ്രീം കോടതിയിൽ. ആഫ്രിക്കയിൽ ക്രൈസ്തവരെ പിടികൂടി അമുസ്ലിങ്ങൾക്കുള്ള ജിസിയ നികുതി ചുമത്തി. വീഡിയോ പുറത്തുവിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ്സ്. ഇസ്രായേലിൽ ക്രൈസ്തവർക്ക് നേരെ അസഹിഷ്ണുത വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നിത്യ സംഭവങ്ങളായി മാറുന്നു. വാർത്താ സംപ്രേഷണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ച CNN സ്ഥാപകൻ ടെഡ് ടർണർ അന്തരിച്ചു. ബൈബിൾ ഇല്ലാതെ അമേരിക്കയില്ല. രാജ്യത്തിന്റെ ക്രൈസ്തവ പൈതൃകം പരസ്യമായി പ്രഖ്യാപിച്ച് അമേരിക്ക റീഡ്സ് ദി ബൈബിൾ. പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിന്റെ നഷ്ടപ്പെട്ട പേജുകൾ വീണ്ടെടുത്തു. തിരികെ ലഭിച്ചത് 6-ാം നൂറ്റാണ്ടിലെ കയ്യെഴുത്ത് പ്രതി. അമേരിക്കൻ ക്രൈസ്തവ ടെലിവിഷൻ ഡേ സ്റ്റാർ സ്ഥാപക ജോണി ലാംബ് അന്തരിച്ചു. ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാന്റെ അന്ത്യശാസനം. അമേരിക്കയുമായുള്ള സൈനിക സഹകരണം പുനഃപരിശോധിക്കണം. തിരിച്ചടിക്ക് അവകാശമെന്നും ഇറാൻ. ഖത്തർ മലയാളി പെന്തക്കോസ്റ്റൽ കോൺഗ്രിഗേഷന്റെ പുതിയ നേതൃത്വം. പാസ്റ്റർ PV ഉമ്മൻ പ്രസിഡന്റ്. സ്പെഷ്യൽ സ്റ്റോറി. പ്രവചന നിവൃത്തി. ഒടുവിൽ നഷ്ടഗോത്രം വാഗ്ദത്ത ഭൂമിയിലേക്ക്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സ്വവർഗ ബന്ധങ്ങളടക്കം പരാമർശമുള്ള പ്രത്യേക ബൈബിൾ ഭാഗങ്ങൾ പ്രസംഗിക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കാൻ ബില്ലിൽ നിർദ്ദേശം. കാനഡയിലെ ബൈബിൾ വിരുദ്ധ വിവാദ ബിൽ C9-നെതിരെ 9 പ്രവിശ്യകളിലും ശക്തമായ പ്രതിഷേധം. ബിൽ പിൻവലിക്കാതെ പിന്നോട്ടില്ലെന്ന് ക്യാമ്പയിൻ ലൈഫ് കൊളിഷൻ സംഘടന. കാനഡയിൽ ബൈബിൾ വചനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രഭാഷണങ്ങൾക്കും വിശ്വാസ പ്രകടനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തുന്ന വിവാദമായ ബിൽ C9-നെതിരെ രാജ്യവ്യാപകമായി ശക്തമായ പ്രതിഷേധം. മെയ് 1-ന് നടന്ന പ്രക്ഷോഭത്തിൽ പ്രധാനമന്ത്രി മാർക്ക് കാർണിയേഡ് ഉൾപ്പെടെ 44ഓളം ലിബറൽ MP-മാരുടെ ഓഫീസുകൾക്ക് മുന്നിൽ നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ബിൽ പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ലെന്ന് പ്രക്ഷോഭകർ പറഞ്ഞു. സ്വവർഗരീതിയുമായി ബന്ധപ്പെട്ട ബൈബിൾ ഭാഗങ്ങൾ ഉദ്ധരിക്കുന്നത് വെറുപ്പുളവാക്കുന്ന പ്രസംഗം എന്ന നിലയിൽ ക്രിമിനൽ കുറ്റമാക്കാൻ ഈ ബില്ല് നിർദ്ദേശിക്കുന്നു. ക്യാമ്പയിൻ ലൈഫ് കൊളിഷൻ സംഘടിപ്പിച്ച പ്രതിഷേധം കാനഡയിലെ 9 പ്രവിശ്യകളിലും നടന്നു. മതപരമായ വിശ്വാസങ്ങൾ പ്രകടിപ്പിക്കുന്നതിനെ ഈ നിയമം തടയുമെന്നും പോലീസിന് അനാവശ്യ അധികാരം നൽകുമെന്നും ഭരണഘടനാ വിദഗ്ധരും സഭാ നേതാക്കളും മുന്നറിയിപ്പ് നൽകുന്നു. ഹൗസ് ഓഫ് കോമൺസിൽ പാസായ ബില്ലിനെതിരെ കൺസർവേറ്റീവ്, NDP, ഗ്രീൻ പാർട്ടികൾ ഒന്നിച്ച് വോട്ട് ചെയ്തിരുന്നു. നിലവിൽ ബില്ല് സെനറ്റിന്റെ പരിഗണനയിലാണ്. മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്നും ബില്ലിലെ വിവാദ ഭാഗങ്ങൾ നീക്കം ചെയ്യണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാവസ് TV. പ്രസിദ്ധ സുവിശേഷ പ്രഭാഷകനും ഗ്രന്ഥകാരനും ഗാനരചയിതാവുമായ പ്രൊഫസർ ഡോക്ടർ ഏഴംകുളം സാംകുട്ടി നിത്യവിശ്രാമത്തിലേക്ക് ചേർക്കപ്പെട്ടു. അമേരിക്കയിൽ ലൂസിയാനയിൽ വെച്ച് മെയ് 5 ചൊവ്വാഴ്ചയാണ് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടത്. 76 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ മെയ് 16-ന് രാവിലെ 9 മണി മുതൽ 12 മണി വരെ ഹൂസ്റ്റണിലെ IPC ഹെബ്രോണിൽ നടക്കും. ക്രിസ്തുവിൽ ധന്യമായ ജീവിതം കൊണ്ട് അനേകരെ പ്രകാശിപ്പിച്ച ഡോക്ടർ ഏഴംകുളം സാംകുട്ടിയുടെ ജീവിത വഴികൾ ആത്മീയ സമൂഹത്തിന് എന്നും പ്രചോദനമായിരുന്നു. പുനലൂർ വയലിൽ പുളിമൂട്ടിൽ പരേതരായ എണ്ണം ചാക്കോയുടെയും ചിന്നമ്മ ചാക്കോയുടെയും മകനായി പത്തനംതിട്ടയിലെ ഏഴംകുളത്ത് 1949-ലാണ് സാംകുട്ടി ജനിച്ചത്. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടിയ ശേഷം ആർക്കൈൻസാസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. 1978-ൽ ലൂസിയാന സർവകലാശാലയിൽ നിന്ന് ബ്രിട്ടീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റും കരസ്ഥമാക്കി. ചെറുപ്പകാലത്ത് തന്നെ ദൈവഭക്തിയിൽ വളരുകയും സാഹിത്യ രചനകളിലും ആത്മീയ പ്രഭാഷണങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്നു. അമേരിക്കയിലെത്തിയ ശേഷം അധ്യാപന രംഗത്ത് മികച്ച സേവനങ്ങൾ കാഴ്ചവെച്ച സാംകുട്ടി ആത്മീയ രംഗത്തും എഴുത്തിലും പ്രഭാഷണത്തിലും സജീവമായി നിലകൊണ്ടു. ക്രിസ്തുവിനോടുള്ള അചഞ്ചലമായ ഭക്തിയും സത്യത്തോടുള്ള ആഴത്തിലുള്ള ആവേശവും നിറഞ്ഞ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. തന്റെ വരുമാനത്തിന്റെ നല്ല പങ്കും സുവിശേഷ വേലയ്ക്കായി നീക്കിവെച്ച അദ്ദേഹം സഭയിൽ കടന്നുകൂടുന്ന അനാചാരങ്ങൾക്കും ദുരുപദേശങ്ങൾക്കുമെതിരെ ശക്തമായി തൂലിക ചലിപ്പിച്ചിരുന്നു. വിവിധ ഭാഷകളിൽ അദ്ദേഹം നടത്തിയ ശുശ്രൂഷകളും ശക്തമായ ഗ്രന്ഥരചനകളും മുഖേന
അനേകം തലമുറകളെ അദ്ദേഹം പ്രചോദിപ്പിച്ചു. ക്രിസ്തുവിലേക്ക് മനുഷ്യരെ നയിക്കുന്ന സൗമ്യമായ ആത്മീയ സ്വഭാവം അദ്ദേഹത്തെ വേറിട്ട് നിർത്തി. ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ക്രിസ്തീയ പ്രസംഗങ്ങളിലും സാഹിത്യങ്ങളിലും അദ്ദേഹം അപൂർവമായ സ്ഥാനം നേടിയിരുന്നു. ലൂസിയാനയിലെ സതേൺ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് സാഹിത്യ വിഭാഗം പ്രൊഫസറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം ഒരു നോവലിസ്റ്റായും ആത്മീയ ഗ്രന്ഥകാരനായും സുവിശേഷകനായും തൻ്റെ ജീവിതം സമർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കൃതികൾ അനേകരുടെ ആത്മീയ ജീവിതത്തെ സ്വാധീനിച്ചവയാണ്. പ്രശംസ നേടിയ നോവൽ പാളം തെറ്റിയ തീവണ്ടി 1,50,000-ലധികം കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടതോടൊപ്പം 1995 മികച്ച അവാർഡും നേടി. ഇതുപോലെ ഭയപ്പെടേണ്ട, മധ്യസ്ഥർ ആകരുതേ, ശാസ്ത്രവും ബൈബിളും തുടങ്ങിയ ആത്മീയ ഗ്രന്ഥങ്ങളും വിശ്വാസികളെ ഉണർത്തിയവയാണ്. സ്വർഗമോ നരകമോ ഇല്ലെങ്കിൽ എന്താണ് എന്ന ലഘുലേഖ ഏകദേശം 4 ലക്ഷത്തിലധികം കോപ്പികൾ പ്രചരിച്ചു. അനേകരെ ചിന്തിപ്പിക്കുകയും ആത്മീയ ബോധം വളർത്തുകയും ചെയ്തു. സൂറത്ത് പോലുള്ള അവാർഡ് നേടിയ ചെറു കഥകളും ബ്രിട്ടീഷ് ലോക സാഹിത്യത്തെക്കുറിച്ചുള്ള പണ്ഡിത ലേഖനങ്ങളും 1971 മുതൽ തുടർന്ന ആനുകാലിക സംഭാവനകളും അദ്ദേഹത്തിന്റെ ബൗദ്ധികവും ആത്മീയവുമായ ആഴം തെളിയിക്കുന്നു. യുക്തിവാദം, ശനിദിശയിൽ, AD 2000 തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളാണ്. കുടുംബജീവിതത്തിന്റെ ഐക്യത്തെക്കുറിച്ചുള്ള ഭാര്യ ഭർത്തൃബന്ധനം എന്ന പ്രഭാഷണം, നവീകരണവും പുനരുജ്ജീവനവും പ്രോത്സാഹിപ്പിക്കുന്ന ആമുഖങ്ങൾ, 30-ലധികം ഭക്തിഗാനങ്ങൾ എന്നിവയും അദ്ദേഹത്തിന്റെ സേവനത്തിന്റെ വൈവിധ്യം വ്യക്തമാക്കുന്നു. സ്ട്രേഞ്ചേഴ്സ് ഇൻ എ ഫോറിൻ ലാൻഡ് എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ പ്രസിദ്ധീകരണത്തിന് ആമുഖം എഴുതിയതും SSNIയുടെ ആദ്യ സൺഡേ സ്കൂൾ പാഠപുസ്തകമായ വേർഡ് ഓഫ് ടീൻസ് രൂപപ്പെടുത്തുന്നതിലും കൗൺസിലിംഗ് ശുശ്രൂഷയിലും സൺഡേ സ്കൂൾ കരിക്കുലം വികസനത്തിലും നൽകിയ സംഭാവനകൾ പ്രസക്തമാണ്. വ്യക്തിപരമായി അനേകരെ ശാക്തീകരിക്കുകയും വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ആത്മീയ വഴിയിൽ നയിക്കുകയും ചെയ്ത മാർഗദർശിയായിരുന്നു. അത്യുന്നതനാം ദൈവത്തിന്റെ മറവിൽ, കൃപയിൻ അത്യന്തധനം തുടങ്ങി 30-ലധികം ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഭാര്യ തിരുവല്ല ശങ്കരമംഗലം കുടുംബാംഗം പുഷ്പ സാംകുട്ടി, മക്കൾ രഞ്ജിത്ത് ഹ്യൂസ്റ്റൺ, ബിന്ദു ലൂസിയാന, മരുമക്കൾ ദീപ. ന്യൂസ് ഡെസ്ക്, ഹാർവസ്റ്റ് USA. ക്രിസ്ത്യൻ മിഷണറിമാർക്ക് സ്വന്തം വിശ്വാസം പ്രചരിപ്പിക്കാൻ അവകാശമുണ്ടെന്നും തമിഴ്നാട്ടിൽ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നില്ലെന്നും സുപ്രീം കോടതിയെ അറിയിച്ച് തമിഴ്നാട് സർക്കാർ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 ഓരോ പൗരനും സ്വന്തം മതം പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം ഉറപ്പ് നൽകുന്നു. അതിനാൽ മിഷണറിമാർ സ്വന്തം വിശ്വാസം പ്രചരിപ്പിക്കുന്നത് നിയമവിരുദ്ധമായി കാണാനാവില്ലെന്ന് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. ഒരു വ്യക്തിക്ക് മറ്റൊരാളെ സ്വന്തം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ അവകാശമില്ലെങ്കിലും ഓരോ വ്യക്തിക്കും അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ടെന്ന് തമിഴ്നാടിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ P. വിൽസൺ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഇഷ്ടമുള്ള മതവിശ്വാസം സ്വീകരിക്കുന്നതിൽ നിന്ന് ഭരണഘടന ഒരു വ്യക്തിയെയും വിലക്കുന്നില്ല. മതം സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാൻ രാജ്യത്തെ പൗരന്മാരെ അനുവദിക്കണം. അവരുടെ വ്യക്തിപരമായ വിശ്വാസങ്ങളിലും സ്വകാര്യതയിലും സർക്കാർ പ്രസ്താവനകൾ നടത്തുന്നത് ഉചിതമല്ലെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. തമിഴ്നാട്ടിൽ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ നിർബന്ധിച്ചു എന്നൊരു വ്യാജ പരാതി ഉയർന്നിരുന്നു. ആ കേസ് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് തമിഴ്നാട് സുപ്രീം കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയത്. നിർബന്ധിതവും വഞ്ചനാപരവുമായ മതപരിവർത്തനങ്ങൾ മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. എന്നാൽ ഭീഷണി, വഞ്ചന, പണം തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള മതപരിവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നില്ലെന്ന് തമിഴ്നാട് സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ പല സംസ്ഥാനങ്ങളും മതപരിവർത്തന നിരോധന നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതേസമയം തന്നെ യാഥാർത്ഥ്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള തമിഴ്നാട് സർക്കാരിന്റെ നിലപാടിന് ഏറെ പ്രാധാന്യമുണ്ടെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. നാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. ഇസ്ലാമിക് സ്റ്റേറ്റ് സെൻട്രൽ ആഫ്രിക്ക പ്രവിശ്യ അംഗങ്ങളായ തീവ്രവാദികൾ പിടികൂടിയ ക്രൈസ്തവരിൽ നിന്ന് അമുസ്ലിങ്ങൾക്കുള്ള ജിസിയ വാങ്ങിയ ശേഷം മോചിപ്പിക്കുന്ന വീഡിയോ പുറത്തുവിട്ടു. ഇസ്ലാമിക് സ്റ്റേറ്റ്സ് തീവ്രവാദികൾ തന്നെയാണ് വീഡിയോ പുറത്തുവിട്ടതെന്ന് വാഷിംഗ്ടൺ ആസ്ഥാനമായി അറബി മുസ്ലിം മാധ്യമ നിരീക്ഷണം നടത്തുന്ന മെമ്മറി TV പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. തീവ്രവാദ ആക്രമണങ്ങൾ ഗുരുതരമായ ആഫ്രിക്കയിലെ സുരക്ഷാ ആശങ്കകൾ എടുത്തു കാണിക്കുന്നതാണെന്ന് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നു. സായുധ തീവ്രവാദികളുടെ നിയന്ത്രണത്തിൽ തടവിലാക്കപ്പെട്ട പൗരന്മാരുടെ ഒരു വലിയ കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് തീവ്രവാദികൾ പങ്കുവച്ചിരിക്കുന്നത്. തടവുകാരെ ജിസിയ അടയ്ക്കാൻ നിർബന്ധിതരാക്കിയ ശേഷമാണ് വിട്ടയച്ചതെന്ന് വീഡിയോയിൽ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നു.
ചില ഇസ്ലാമിക ഭരണ സംവിധാനങ്ങൾ മുസ്ലിങ്ങളല്ലാത്തവരുടെ മേൽ ചരിത്രപരമായി ചുമത്തിയിരുന്ന നികുതിയാണ് ഇത്. പിൽക്കാലത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഇറാഖിൽ വേരുറപ്പിച്ചപ്പോൾ ഇത്തരത്തിൽ 3 നിബന്ധനകളാണ് മുന്നോട്ട് വെച്ചിരുന്നത്. 2014 ഇറാഖിലെ മൊസൂൾ നഗരം പിടിച്ചെടുത്ത ശേഷം തീവ്രവാദി ഗ്രൂപ്പായ ഇസ്ലാമിക് സ്റ്റേറ്റ് അവിടുത്തെ ക്രിസ്ത്യാനികളോട് ഇസ്ലാം മതം സ്വീകരിക്കാനോ അല്ലെങ്കിൽ ജിസിയ എന്ന പേരിൽ സംരക്ഷണ നികുതി നൽകാനോ ആവശ്യപ്പെട്ടിരുന്നു. ഇവ രണ്ടും നിഷേധിക്കുന്നവർക്ക് വധശിക്ഷയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് വിധിച്ചത്. ഇതിന് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ആഫ്രിക്കയിലും നിലനിൽക്കുന്നതെന്ന് സ്ഥിരീകരിക്കുകയാണ് മെമ്മറി ടിവിയുടെ പുതിയ റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് ടിവി. ഇസ്രായേലിലും വിശുദ്ധ നഗരമായ ജെറുസലേമിലും ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെയുള്ള അസഹിഷ്ണുതയും വിവേചനവും നിത്യസംഭവമാകുന്നതായി റിപ്പോർട്ടുകൾ. കഴിഞ്ഞയാഴ്ച കിഴക്കൻ ജെറുസലേമിൽ ഫ്രാൻസിൽ നിന്നുള്ള കന്യാസ്ത്രീക്ക് നേരെ നടന്ന അപ്രതീക്ഷിത ആക്രമണം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇസ്രായേലിലെ 1.8 ലക്ഷത്തോളം വരുന്ന ക്രൈസ്തവർക്കും പ്രത്യേകിച്ച് കിഴക്കൻ ജെറുസലേമിലെ 10,000-ഓളം വരുന്ന ക്രൈസ്തവർക്കും നേരെ വർദ്ധിച്ചു വരുന്ന വിദ്വേഷ നടപടികളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത്. അടുത്ത കാലത്തായി ക്രൈസ്തവ ആരാധനാലയങ്ങൾക്കും ശുശ്രൂഷകൾക്കും നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് വലിയ ആശങ്കയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. തീവപ്പും കായികമായ ആക്രമണങ്ങളും വലിയ വാർത്താ പ്രാധാന്യം നേടാറുണ്ടെങ്കിലും തെരുവുകളിലൂടെ നടന്നു പോകുമ്പോൾ അവരെ തുപ്പുക, അസഭ്യം പറയുകയും ചുവരുകളിൽ വിദ്വേഷം പകർത്തുന്ന ലിഖിതങ്ങൾ എഴുതി വെക്കുക തുടങ്ങിയവ ക്രൈസ്തവരുടെ ജീവിതത്തിൽ അവർ നേരിടേണ്ടി വരുന്ന നിത്യസംഭവമായി മാറിയിരിക്കുന്നു. ഇത്തരത്തിൽ അധിക്ഷേപം നേരിടുന്നവരിൽ ഭൂരിഭാഗവും പാലസ്തീനിയൻ ക്രൈസ്തവരാണ്. നിലനിൽക്കുന്ന ഈ മോശം സാഹചര്യം കാരണം 30 വയസ്സിൽ താഴെയുള്ള ക്രൈസ്തവ യുവാക്കളിൽ പകുതിയോളം പേരും രാജ്യം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുൻപ് ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്ന ഇത്തരം വിദ്വേഷ നടപടികൾ ഇപ്പോൾ സാധാരണമായ ഒന്നായി മാറിക്കഴിഞ്ഞു. ഇത് സമൂഹത്തിന്റെ സുരക്ഷിതത്വ ബോധത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. 2000-ലധികം വർഷങ്ങളായി ഇസ്രായേലിലും കിഴക്കൻ ജെറുസലേമിലും ക്രൈസ്തവ സാന്നിധ്യമുണ്ട്. എന്നാൽ ഇന്ന് തങ്ങളുടെ മതാചാരങ്ങൾ പിന്തുടരുന്നതിന്റെ പേരിൽ മാത്രം അവർ ഇസ്രായേലിൽ നിന്ന് കടുത്ത ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഈ സമൂഹം സ്വന്തം വിശ്വാസപ്രകാരം ജീവിക്കാൻ പോലും ഭയപ്പെടേണ്ടി വരുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നു. ജെറുസലേമിലെ ക്രൈസ്തവ സാന്നിധ്യം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഈ അസഹിഷ്ണുതയ്ക്കെതിരെ ആഗോളതലത്തിൽ പ്രതിഷേധമുയരുന്നു. സമാധാനപരമായ അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് സഭാ നേതൃത്വങ്ങളുടെ ആവശ്യം. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് ടിവി. ആഗോള വാർത്താ സംപ്രേഷണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന മാധ്യമ ഭീമനും CNN സ്ഥാപകനുമായ ടെഡ് ടർണർ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ടർണർ എന്റർപ്രൈസസ് ആണ് അദ്ദേഹത്തിന്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ലോകത്തിന്റെ ഏത് കോണിലും വാർത്തകൾ തത്സമയം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 24 മണിക്കൂർ വാർത്താ ചാനൽ എന്ന ആശയം യാഥാർത്ഥ്യമാക്കിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. 1980 ജൂൺ 1-നാണ് ലോകത്തിലെ ആദ്യ 24 മണിക്കൂർ വാർത്താ ചാനലായ CNN അദ്ദേഹം തുടക്കം കുറിച്ചത്. തുടക്കത്തിൽ പരിഹാസങ്ങൾ നേരിട്ടെങ്കിലും 1990-ലെ ഗൾഫ് യുദ്ധത്തിന്റെ തത്സമയ സംപ്രേഷണത്തിലൂടെ CNN ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. വാർത്താ ചാനലുകൾക്ക് പുറമെ കാർട്ടൂൺ നെറ്റ്വർക്ക്, TNT, TCM തുടങ്ങിയ പ്രശസ്തമായ വിനോദ ചാനലുകളും അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. തന്റെ 24-ാം വയസ്സിൽ പിതാവിന്റെ ബിൽബോർഡ് പരസ്യ കമ്പനി ഏറ്റെടുത്തുകൊണ്ടാണ് ടെഡ് ടർണർ മാധ്യമരംഗത്തേക്ക് കടന്നു വരുന്നത്. മാധ്യമ ലോകത്തിന് പുറമെ വലിയൊരു പരിസ്ഥിതി സ്നേഹിയും മനുഷ്യ സ്നേഹിയും കൂടിയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സംരക്ഷണത്തിനായി ടർണർ ഫൗണ്ടേഷൻ സ്ഥാപിച്ച അദ്ദേഹം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കാനായി വനങ്ങൾ വെച്ചുപിടിപ്പിക്കാനും മുൻകൈയെടുത്തു. 1991-ൽ ടൈം മാഗസിൻ അദ്ദേഹത്തെ മാൻ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്തിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലൂയി ബോഡി ഡിമെൻഷ്യ എന്ന മസ്തിഷ്ക രോഗബാധിതനായിരുന്നു അദ്ദേഹം. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് ടിവി. സമാനതകളില്ലാത്ത ഒരു വിശ്വാസ സംഗമത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു പിന്നിട്ടയാഴ്ചയിൽ US തലസ്ഥാനമായ വാഷിംഗ്ടൺ DC. US പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 500 പ്രമുഖർ ചേർന്ന് ബൈബിൾ ആദ്യാവസാനം തുടർച്ചയായി വായിക്കുന്ന അമേരിക്കൻ റീഡ്സ് ദി ബൈബിൾ എന്ന പരിപാടിയുടെ അമേരിക്കയുടെ ക്രൈസ്തവ വിശ്വാസ പൈതൃകം ഒരിക്കൽ കൂടെ പരസ്യമായി പ്രഖ്യാപിക്കുന്ന കാഴ്ചയ്ക്കാണ് വാഷിംഗ്ടൺ DCയിലെ മ്യൂസിയം ഓഫ് ദി ബൈബിൾ ഈ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചത്. അമേരിക്ക റീഡ്സ് ദി ബൈബിൾ എന്ന ഈ പദ്ധതിയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള 500-ഓളം പ്രമുഖരാണ് അണിനിരന്നത്. രാഷ്ട്രീയ നേതാക്കളും കലാരംഗത്തെ പ്രമുഖർക്കും ഒപ്പം ക്രൈസ്തവ നേതാക്കളും ചേർന്ന് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെയുള്ള ഓരോ വരിയും ഏപ്രിൽ 18 മുതൽ 25 വരെ വായിച്ചു.
സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് പോലും ഭാഗമാകുന്നു എന്നത് അതിശയകരമാണെന്ന് പരിപാടിയുടെ സംഘാടകയായ ബണ്ണി പൗസ് പറഞ്ഞു. ഉപയോഗിച്ച് പഴകിയ ബൈബിൾ കുത്തഴിയാത്ത ജീവിതത്തിന്റെ സൂചനയാണെന്ന് തുടക്കത്തിൽ തന്നെ ബൈബിൾ വായിച്ച യുഎസിലെ ജനപ്രതിനിധി സഭയുടെ സ്പീക്കർ മൈക്ക് ജോൺസൺ പറഞ്ഞു. ബൈബിൾ ഇല്ലാതെ അമേരിക്കയില്ല, അത് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ശിലയാണ് എന്നാണ് ബൈബിൾ വായനയിൽ പങ്കെടുത്ത റീജന്റ് സ്കൂൾ ഓഫ് ഗവൺമെന്റിലെ ഡീനായ മിഷേൽ ബാച്ച്മാൻ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് ഹാർവസ്റ്റ് USA. വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനത്തിന്റെ 6-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട കയ്യെഴുത്ത് പ്രതിയിൽ നിന്നുള്ള നഷ്ടപ്പെട്ട 42 പേജുകൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വീണ്ടെടുത്ത് ഗവേഷണ സംഘം. ഗ്ലാസ്കോ സർവകലാശാലയിലെ പ്രൊഫസർ ഗാരിക് വി അലൻ നയിച്ച അന്താരാഷ്ട്ര ഗവേഷണ സംഘമാണ് എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് കരുതിയ പേജുകളിലെ അക്ഷരങ്ങൾ വീണ്ടെടുത്തത്. കോഡെക്സ് എച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കയ്യെഴുത്ത് പ്രതി വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങളുടെ ഒരു പ്രാചീന പകർപ്പാണ്. 13-ാം നൂറ്റാണ്ടിൽ ഗ്രീസിലെ എത്തോസ് മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് ലാവറ സന്യാസ ആശ്രമത്തിൽ വെച്ചാണ് ഇതിന്റെ 42 പേജുകളോളം നഷ്ടമായത്. ഈ കയ്യെഴുത്ത് പ്രതിയിൽ മിറർ ഇഫക്റ്റ് എന്ന പ്രതിഭാസം തിരിച്ചറിഞ്ഞതോടെയാണ് നഷ്ടപ്പെട്ട പേജുകളുടെ ഭാഗം വീണ്ടെടുക്കാനുള്ള സാധ്യത ഗവേഷണ സംഘത്തിന് ലഭിച്ചത്. പഴയ എഴുത്തിനു മുകളിൽ പിന്നീട് ചേർത്ത മഷി എതിർ പേജുകളിൽ അടയാളങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഈ സൂക്ഷ്മമായ അടയാളങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയായ മൾട്ടിസ്പെക്ട്രൽ ഇമേജിംഗ് ഉപയോഗിച്ച് വിശകലനം ചെയ്തതിലൂടെയാണ് ഇന്ന് ഭൗതികമായി ഇല്ലാത്ത പേജുകളിലെ പോലും അക്ഷരങ്ങൾ വേർതിരിച്ചെടുക്കുവാൻ സാധിച്ചത്. പുനരുദ്ധരിച്ച ഭാഗങ്ങൾ നേരത്തെ ലഭ്യമായ പൗലോസിന്റെ ലേഖനങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിലും പൗലോസിന്റെ ലേഖനങ്ങളുടെ ഏറ്റവും പഴയതായി കണക്കാക്കപ്പെടുന്ന അധ്യായ പട്ടികകൾ കോഡെക്സ് എച്ചിൻ്റെതാണെന്ന് കരുതപ്പെടുന്നു. ഇത് ഇന്നത്തെ അധ്യായ വിഭജനത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്നതും ശ്രദ്ധേയമാണ്. കൂടാതെ 6-ാം നൂറ്റാണ്ടിലെ എഴുത്തുകാർ എങ്ങനെ തിരുത്തലുകളും കുറിപ്പുകളും ചേർത്തിരുന്നു എന്നതിനെക്കുറിച്ചും ഈ കണ്ടെത്തൽ വെളിച്ചം വീശുന്നു. പാരീസിൽ നടത്തിയ റേഡിയോ കാർബൺ പരിശോധനകളിലൂടെ ഈ കയ്യെഴുത്ത് പ്രതി 6-ാം നൂറ്റാണ്ടിൽ നിന്നുള്ളതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ലാവറ സന്യാസ ആശ്രമത്തോടൊപ്പം ടെമ്പിൾട്ടൺ റിലീജിയൻ ട്രസ്റ്റും ഹ്യൂമാനിറ്റീസ് റിസർച്ച് കൗൺസിൽ ഓഫ് UK ചേർന്നാണ് ഈ പദ്ധതിക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ലഭ്യമാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക് ഹാർവസ്റ്റ് TV. അമേരിക്കൻ ക്രൈസ്തവ ടെലിവിഷൻ രംഗത്തെ ശ്രദ്ധേയമായ വ്യക്തിത്വവും ഡേ സ്റ്റാറിന്റെ സഹസ്ഥാപകയുമായ ജോണി ലാംബ് അന്തരിച്ചു. 65 വയസ്സായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെയും പിന്നിലെ പരിക്കിനെയും തുടർന്നുണ്ടായ സങ്കീർണതകളെയും തുടർന്നായിരുന്നു മരണമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വിശ്വാസം, കുടുംബജീവിതം, ആത്മീയത, സാമൂഹിക വിഷയങ്ങൾ തുടങ്ങിയവ ചർച്ച ചെയ്തിരുന്ന അവരുടെ അവതരണ ശൈലി നിരവധി പ്രേക്ഷകരെ സ്വാധീനിച്ചിരുന്നു. 2004 അവരുടെ ടോക്ക് ഷോ മികച്ച മതപരമായ ടെലിവിഷൻ പരിപാടിക്കുള്ള അംഗീകാരവും നേടിയിരുന്നു. 1980കളിൽ ഭർത്താവായ മാർക്കസ് ലാംബിനൊപ്പം ചെറിയ ക്രൈസ്തവ ടെലിവിഷൻ ശുശ്രൂഷകളുമായി ആരംഭിച്ച പ്രവർത്തനം പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ടെലിവിഷൻ ശൃംഖലകളിൽ ഒന്നായ ഡേ സ്റ്റാർ ടെലിവിഷനായി വളർന്നു. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് പ്രേക്ഷകരിലേക്ക് സുവിശേഷ സന്ദേശം എത്തിക്കുന്നതിൽ ടോണി ലാംബ് നിർണായക പങ്ക് വഹിച്ചു. ടോണി ടേബിൾ ടോക്ക്, മിനിസ്ട്രി നൗ തുടങ്ങിയ ടെലിവിഷൻ പരിപാടികളിലൂടെ അവർ ക്രൈസ്തവ കുടുംബങ്ങളിൽ സുപരിചിതയായി മാറി. 1960 ജൂലൈ 19 അമേരിക്കയിലെ സൗത്ത് കരോലിനയിലെ ഗ്രീൻവില്ലിൽ ജനിച്ച ടോണി ട്രെമ്മൽ പിന്നീട് മാർക്കസ് ലാംബിനെ വിവാഹം ചെയ്തു. വിവാഹശേഷം ഇരുവരും ചേർന്ന് സുവിശേഷ പ്രവർത്തനങ്ങളിലും ടെലിവിഷൻ ശുശ്രൂഷയിലും സജീവമായി. 1990കളിൽ ടെക്സസിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ച ഇവർ പിന്നീട് ഡേ സ്റ്റാർ സ്ഥാപിച്ചു. 2021 കോവിഡ് ബാധയെ തുടർന്ന് മാർക്കസ് ലാംബ് അന്തരിച്ചതിന് ശേഷം ഡേ സ്റ്റാറിന്റെ പ്രവർത്തനങ്ങൾ ജോണി ലാംബ് നേതൃത്വം നൽകി മുന്നോട്ട് പോകുകയായിരുന്നു. ക്രൈസ്തവ മാധ്യമരംഗത്ത് അവർ നൽകിയ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് അനുശോചന സന്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് ഹാർവസ്റ്റ് USA. ഇനി അറേബ്യൻ വാർത്തകൾ. ഗൾഫ് മേഖലയിലെ സംഘർഷം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നതിനിടെ അയൽ രാജ്യങ്ങൾക്ക് കനത്ത മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തി. തങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളും ആകാശ പരിധിയും അനുവദിക്കുന്ന രാജ്യങ്ങൾ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ വ്യക്തമാക്കി. അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾക്കെതിരെ സ്വയം പ്രതിരോധത്തിന് ഇറാൻ തയ്യാറെടുക്കുകയാണ്. ഇത്തരം രാജ്യങ്ങൾക്കെതിരെ ശക്തമായി തിരിച്ചടിക്കാനുള്ള നിയമപരമായ അവകാശം തങ്ങൾക്കുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സുരക്ഷാ സാഹചര്യം വഷളാക്കുന്നത് അമേരിക്കയുടെ ഇടപെടലുകളാണെന്നാണ് ഇറാന്റെ വാദം.
അയൽ രാജ്യങ്ങളുടെ മണ്ണിൽ നിന്ന് ഇറാന് നേരെ ആക്രമണം ഉണ്ടായാൽ അത് ആ രാജ്യങ്ങൾ നടത്തുന്ന യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കും. നിലവിൽ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ സേനയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നത് മേഖലയിലെ സമാധാനം തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേഖലയിൽ കൂടുതൽ സൈനിക വിന്യാസത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഗൾഫ് രാജ്യങ്ങളുടെ നിലപാടിനെ ചോദ്യം ചെയ്ത് ഇറാൻ രംഗത്തെത്തിയത്. അമേരിക്കയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ തങ്ങളുടെ സൈന്യം സജ്ജമാണെന്നാണ് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കുന്നത്. വാണിജ്യ കപ്പലുകളെ സംരക്ഷിക്കാനെന്ന പേരിൽ അമേരിക്ക നടത്തുന്നത് അധിനിവേശമാണെന്ന് ഇറാൻ ആരോപിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുമായുള്ള സൈനിക സഹകരണം പുനഃപരിശോധിക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം. സ്വന്തം മണ്ണ് ഇറാന് എതിരായ നീക്കങ്ങൾക്ക് വിട്ടു നൽകുന്നത് വലിയ വില നൽകേണ്ടി വരുന്ന സംഗതിയായി മാറും. ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായാൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്കൻ പ്രതിരോധ കേന്ദ്രമായ പെന്റഗണും അറിയിച്ചിട്ടുണ്ട്. ഇരു വിഭാഗവും നിലപാടുകൾ കടുപ്പിച്ചതോടെ മേഖല യുദ്ധഭീതിയിലാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഇറാൻ വക്താക്കൾ പറയുന്നു. എന്നാൽ തങ്ങളുടെ പരമാധികാരത്തിന് മേൽ കടന്നുകയറ്റം ഉണ്ടായാൽ നോക്കി നിൽക്കില്ലെന്ന് അവർ ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് ഹാർവസ്റ്റ് അറേബ്യ. ഖത്തറിലെ പെന്തക്കോസ്ത് സഭകളുടെ ഐക്യവേദിയായ ഖത്തർ മലയാളി പെന്തക്കോസ്റ്റൽ കോൺഗ്രിഗേഷൻ വാർഷിക ജനറൽ ബോഡി 2026-27 പ്രവർത്തന വർഷത്തിലേക്ക് പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുത്തു. പാസ്റ്റർ സാം ടി ജോർജ് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് പാസ്റ്റർ PV ഉമ്മൻ ദോഹ IPC, സെക്രട്ടറി കെൻ അൽഫോൺസ് ബഥേൽ AG, ജോയിന്റ് സെക്രട്ടറി ബിജോയ് K ജോയി QPF IPC, ട്രഷറർ റെജി വർഗീസ് ഷാലേം IPC, പാസ്റ്റേഴ്സ് കൗൺസിൽ സെക്രട്ടറി പാസ്റ്റർ മാത്യു P കുര്യൻ IPC ഫെയ്ത്ത് സെന്റർ, ഗുഡ് സമരിറ്റൻ കോർഡിനേറ്റർ പാസ്റ്റർ റെജി K ബഥേൽ ബെർഷേബ പെന്തക്കോസ്റ്റ്, VBS കോർഡിനേറ്റർ പാസ്റ്റർ റോയ് വർഗീസ് ദോഹ AG, ഓഡിറ്റർ സിഞ്ചു ചെറിയാൻ ന്യൂ ഇന്ത്യ ചർച്ച് എന്നിവരെ തിരഞ്ഞെടുത്തു. ഇനിയൊരു സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക്. നൂറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനും പലായനങ്ങൾക്കും വിരാമമിട്ട് ബൈബിളിലെ ആദിമ പ്രവാചകരുടെ പ്രവചനങ്ങൾ നിവൃത്തിയാക്കി ഇസ്രായേലിന്റെ നഷ്ടഗോത്രങ്ങളിൽ ഒന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്തി. മണിപ്പൂരിലെ മലനിരകളിൽ നിന്ന് ബിനയ് മനാശെ വിഭാഗക്കാർ തങ്ങളുടെ പൂർവിക ഭൂമി എന്ന് വിശ്വസിക്കുന്ന ഇസ്രായേലിലേക്ക് മടങ്ങുന്നു. ഓപ്പറേഷൻ വിങ്സ് ഓഫ് ഡോൺ എന്ന് പേരിട്ടിരിക്കുന്ന പ്രത്യേക ദൗത്യത്തിലൂടെ 5000-ഓളം വരുന്ന സമൂഹത്തെ പുനരധിവസിപ്പിക്കാനാണ് ഇസ്രായേൽ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി 250 പേരടങ്ങുന്ന ആദ്യ സംഘം കഴിഞ്ഞ ദിവസം ഡൽഹി വഴി വിമാനമാർഗം ഇസ്രായേലിലെത്തി. ബൈബിൾ വിശ്വാസമനുസരിച്ച് പുരാതന ഇസ്രായേലിലെ 10 ഗോത്രങ്ങളെ BC 722 അസീറിയക്കാർ നാടുകടത്തിയിരുന്നു. ഇതിൽ യാക്കോബിന്റെ ചെറുമകനായ മനാശയുടെ പിൻഗാമികളാണ് തങ്ങളെന്നാണ് ഈ വിഭാഗം വിശ്വസിക്കുന്നത്. പേർഷ്യ, അഫ്ഗാനിസ്ഥാൻ, ടിബറ്റ്, ചൈന വഴി നൂറ്റാണ്ടുകൾ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ഇവർ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ എത്തിച്ചേർന്നത്. മണിപ്പൂരിലും മിസോറാമിലും അധിവസിക്കുന്ന ഇവരെ പ്രാദേശികമായി കുക്കി വിഭാഗമായാണ് കണക്കാക്കുന്നത്. എങ്കിലും ഇവർ ഇന്നും യഹൂദ ആചാരങ്ങളും മതാചാരങ്ങളും മുറുകെ പിടിക്കുകയാണ്. കുക്കികളുടെ ഇടയിൽ യഹൂദ ആചാരം പുലർത്തുന്ന ഇവരെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കണ്ടെത്തിയത് ഇംഗ്ലീഷ് മിഷണറിമാരാണ്. സുവിശേഷം അറിയിച്ച് മണിപ്പൂരിലെത്തിയ അവർ ഇക്കൂട്ടരിലെ സവിശേഷമായ യഹൂദ ആചാരങ്ങളും ബൈബിൾ പിതാക്കന്മാരെക്കുറിച്ചുള്ള അറിവും കണ്ടത്ഭുതപ്പെടുകയായിരുന്നു. ഇങ്ങനെയാണ് ഇവരെക്കുറിച്ച് ഇസ്രായേലിന് അറിവ് ലഭിക്കുന്നത്. മതപരമായ വിശ്വാസങ്ങൾക്കൊപ്പം മണിപ്പൂരിലെ നിലവിലെ അസ്ഥിരമായ സാഹചര്യവും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. 2023 മെയ് മാസത്തിൽ ആരംഭിച്ച മെയ്തി കുക്കി വംശീയ കലാപം ബിനയ് മനേഷെ വിഭാഗക്കാരുടെ ജീവിതം ദുസ്സഹമാക്കി. മലനിരകളിൽ തങ്ങളുടെ മതപരമായ മിൻയാൻ കണ്ടെത്താനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടും സാമ്പത്തിക പ്രതിസന്ധിയും ഇവരെ ഇസ്രായേലിലേക്ക് ആകർഷിച്ചു. ഇന്ത്യയിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ഇവർക്ക് ഇസ്രായേലിലെ നിർമ്മാണ മേഖലയിലും ട്രാൻസ്പോർട്ട് മേഖലയിലും ലഭിക്കുന്ന ഉയർന്ന വരുമാനവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങളും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ ഈ ദൗത്യത്തെ പ്രധാനപ്പെട്ട സയനിസ്റ്റ് തീരുമാനമെന്നാണ് വിശേഷിപ്പിച്ചത്. ഹമാസുമായും ഇറാനുമായും തുടരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇസ്രായേൽ നേരിടുന്ന കടുത്ത തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ ഈ പുനരധിവാസം സഹായിക്കും. കൂടാതെ ലെബനൻ അതിർത്തിയോട് ചേർന്നുള്ള വടക്കൻ ഇസ്രായേലിൽ ഇവരെ കുടിയിരുത്തുന്നതിലൂടെ
ആ മേഖലയിലെ ജനസംഖ്യാ സന്തുലിതാവസ്ഥ നിലനിർത്താനും സർക്കാർ ലക്ഷ്യമിടുന്നു. നിലവിൽ 2000-ലധികം ബിനൈ മനേഷെ യുവാക്കൾ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഭാഗമായി മുൻനിരയിൽ പോരാടുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്ര ആവേശകരമാണെങ്കിലും അവിടെ ഇവർ കാത്തിരിക്കുന്നത് പുതിയ വെല്ലുവിളികളാണ്. സാങ്കേതികമായി വികസിതമായ ഇസ്രായേലി സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നത് ഇവർക്ക് പ്രയാസകരമാണ്. മുൻപ് കുടിയേറിയ പലരും അവിടെ വർണ്ണവിവേചനം നേരിടുന്നതായി പരാതിപ്പെട്ടിട്ടുണ്ട്. തങ്ങളുടെ രൂപസാദൃശ്യം കാരണം ചൈനീസ് എന്ന് ലേബൽ ചെയ്യപ്പെടുന്നതും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇവരെ അലട്ടുന്നുണ്ട്. ഇസ്രയേൽ പൗരത്വം നേടുന്നതിന് ഇവർക്ക് ഔദ്യോഗികമായി ജൂത മതപരിവർത്തനം നടത്തേണ്ടതായും വരും. എങ്കിലും ഇന്ത്യ ഞങ്ങളുടെ ജന്മനാടാണ്, പക്ഷേ ഇസ്രായേൽ ഞങ്ങളുടെ ഭാഗ്യമാണ് എന്ന വിശ്വാസത്തോടെ മണിപ്പൂരിലെ മലനിരകളിൽ നിന്ന് ബിനൈ മനാശി വിഭാഗം പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെക്കുകയാണ്. എല്ലാറ്റിനുമുപരി നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാരിലൂടെ ഇസ്രായേലിന്റെ ഉടയവൻ യഹോവ അരുളി ചെയ്ത നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം ചിതറിപ്പോയാലും ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തി നിങ്ങളുടെ ദേശത്ത് പാർപ്പിക്കുമെന്ന മഹത്തായ വാഗ്ദത്തം വള്ളി പുള്ളി തെറ്റാതെ നിവൃത്തിയാക്കപ്പെടുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വവർഗ ബന്ധങ്ങളടക്കം പരാമർശമുള്ള പ്രത്യേക ബൈബിൾ ഭാഗങ്ങൾ പ്രസംഗിക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കാൻ ബില്ലിൽ നിർദ്ദേശം. കാനഡയിലെ ബൈബിൾ വിരുദ്ധ വിവാദ ബിൽ C9-നെതിരെ 9 പ്രവിശ്യകളിലും ശക്തമായ പ്രതിഷേധം. ബിൽ പിൻവലിക്കാതെ പിന്നോട്ടില്ലെന്ന് ക്യാമ്പയിൻ ലൈഫ് കൊളിഷൻ സംഘടന. ഡോക്ടർ ഏഴംകുളം സാംകുട്ടിക്ക് പ്രത്യാശയോടെ വിട. സംസ്കാരം മെയ് 16 ഹൂസ്റ്റണിൽ. സംസ്ഥാനത്ത് നിർബന്ധിത മതപരിവർത്തനമില്ലെന്ന് തമിഴ്നാട് സർക്കാർ. സ്വന്തം വിശ്വാസം പ്രചരിപ്പിക്കാൻ പൗരന് അവകാശമുണ്ടെന്നും സർക്കാർ സുപ്രീം കോടതിയിൽ. ആഫ്രിക്കയിൽ ക്രൈസ്തവരെ പിടികൂടി അമുസ്ലിങ്ങൾക്കുള്ള ജിസിയ നികുതി ചുമത്തി. വീഡിയോ പുറത്തുവിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ്സ്. ഇസ്രായേലിൽ ക്രൈസ്തവർക്ക് നേരെ അസഹിഷ്ണുത വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നിത്യ സംഭവങ്ങളായി മാറുന്നു. വാർത്താ സംപ്രേഷണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ച CNN സ്ഥാപകൻ ടെഡ് ടർണർ അന്തരിച്ചു. ബൈബിൾ ഇല്ലാതെ അമേരിക്കയില്ല. രാജ്യത്തിന്റെ ക്രൈസ്തവ പൈതൃകം പരസ്യമായി പ്രഖ്യാപിച്ച് അമേരിക്ക റീഡ്സ് ദി ബൈബിൾ. പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിന്റെ നഷ്ടപ്പെട്ട പേജുകൾ വീണ്ടെടുത്തു. തിരികെ ലഭിച്ചത് 6-ാം നൂറ്റാണ്ടിലെ കയ്യെഴുത്ത് പ്രതി. അമേരിക്കൻ ക്രൈസ്തവ ടെലിവിഷൻ ഡേ സ്റ്റാർ സ്ഥാപക ജോണി ലാംബ് അന്തരിച്ചു. ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാന്റെ അന്ത്യശാസനം. അമേരിക്കയുമായുള്ള സൈനിക സഹകരണം പുനഃപരിശോധിക്കണം. തിരിച്ചടിക്ക് അവകാശമെന്നും ഇറാൻ. ഖത്തർ മലയാളി പെന്തക്കോസ്റ്റൽ കോൺഗ്രിഗേഷന് പുതിയ നേതൃത്വം. പാസ്റ്റർ PV ഉമ്മൻ പ്രസിഡന്റ്. സ്പെഷ്യൽ സ്റ്റോറി പ്രവചന നിവൃത്തി. ഒടുവിൽ നഷ്ടഗോത്രം വാഗ്ദത്ത ഭൂമിയിലേക്ക്. വീക്ക്ലി റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.